സോ നെക്സ്റ്റ് പോർഷനാണ് കോസെറ്റ് എന്ന് പറയുന്നത്. കോസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് എന്താണെന്നും സബ് ഗ്രൂപ്പ് എന്താണെന്നും പറഞ്ഞു. അതിൽ നിന്ന് വരുന്ന ഒന്നാണ് കോസെറ്റ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എച്ച് എന്ന് പറയുന്നത്. ജീൻ്റെ ഒരു എലമെൻ്റ് ആണ് എ എന്ന് പറയുന്നത്. അതേപോലെ എച്ചിൻ്റെ ഒരു എലമെൻ്റ് ആണ് സ്മോൾ എച്ച് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഓർക്കുക. ജീൻ്റെ എലമെൻ്റ് ആണ് എ, എച്ചിൻ്റെ എലമെൻ്റ് ആണ് സ്മോൾ എച്ച്. സോ നേരം നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് ലെഫ്റ്റ് കോസെറ്റും മറ്റൊന്ന് റൈറ്റ് കോസെറ്റും. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പം ഞാൻ ഗ്രൂപ്പിൻ്റെ കാര്യം സബ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഗ്രൂപ്പ്, ഇത് സബ് ഗ്രൂപ്പ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ജി ആണ്, സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ച് ആണ്. സോ കൺസിഡർ എ എലമെൻറ്റ് ഓഫ് ജി. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്യാം. ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട് എച്ച് എന്ന് പറയുന്നത്. ഇപ്പം അതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഞാൻ എഴുതുകയാണ്. A1, A2, A3, A4. സോ ഇത്ര എലമെൻറ്റ്സിനെ എഴുതി. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകും. ഇപ്പോൾ എന്താണ്, ഒരു ഗ്രൂപ്പുണ്ട്, സബ് ഗ്രൂപ്പുണ്ട്. എ എന്ന് പറയുന്ന ജീൻ്റെ എലമെൻറ്റും A1, A2, A3, A4 എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പിൻ്റെ എലമെൻറ്റുമാണ്. ഇനി ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഈ എലമെൻറ്റിനെ എയിനെ ഈ സബ് ഗ്രൂപ്പിലോട്ട് ഞാൻ ഇൻറ്റു ചെയ്യാൻ പോവാം. എന്താണ്, എ എച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. എ എച്ച് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് എ ഇൻറ്റു A1 കോമ, അടുത്തത് എ ഇൻറ്റു A2. എനെ ഞാൻ എച്ചോട്ട് ഇൻറ്റു ചെയ്യുക, എ ഇൻറ്റു A2. ഓക്കെ, അടുത്തത് എ ഇൻറ്റു A3, നെക്സ്റ്റ് എ ഇൻറ്റു A4. സോ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. A1, A2, A3, A4. അതായത് ഗ്രൂപ്പിൻ്റെ എലമെൻ്റ് ആണ് എ, സബ് ഗ്രൂപ്പിൻ്റെ എലമെൻ്റ് ആണ് A1, A2, A3, A4. ഞാൻ ആ എയിനെ സബ് ഗ്രൂപ്പിലോട്ട് ഞാൻ ഇൻറ്റു ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പം നമ്മളിപ്പം ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന AH ഇവിടോട്ട് എഴുതുന്നു. A1, A2, A3, A4. സോ ഇതെഴുതി. ഇതെഴുതിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇനിയിപ്പം എ എന്ന് പറയുന്നത് എന്തിൻ്റെ എലമെൻ്റാണ്? ഗ്രൂപ്പിൻ്റെ എലമെൻ്റാണ്. അതുപോലെ ഞാൻ പറയുന്നു A1 എന്ന് പറയുന്നതും ഗ്രൂപ്പിൻ്റെ എലമെൻ്റാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ A1 എന്ന് പറയുന്നതും ഗ്രൂപ്പിൻ്റെ എലമെൻ്റാണെന്ന് പറഞ്ഞത്? A1 ആക്ച്വലി എന്തിൻ്റെ എലമെൻ്റാണ്? എച്ചിനകത്തെ എലമെൻ്റാണ്, സബ് ഗ്രൂപ്പിൻ്റെ എലമെൻ്റാണ് A1 എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സബ് ഗ്രൂപ്പിൻ്റെ ഇതനുസരിച്ചിട്ട് എന്താണ് പറയുന്നത്? സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എടുത്തവരല്ലേ സബ് ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് എലമെൻറ്റ്സിനെ മാറ്റി എടുത്ത് വെക്കുന്നതിനെയാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ A1 എന്ന് പറയുന്നതും എന്തിൻ്റെ എലമെൻ്റ് ആണ്? ഈ ഗ്രൂപ്പിൻ്റെ എലമെൻ്റ് തന്നെയല്ലേ. എച്ചിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് എവിടുന്ന് തന്നെയാണ്? ഗ്രൂപ്പിൽ നിന്ന് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? A1 ഈസ് ഓൾസോ ആൻ എലമെൻ്റ് ഓഫ് ഗ്രൂപ്പ്. അപ്പം നമുക്ക് എന്തെഴുതാം? A1 എന്ന് പറയുന്നതോ, A1 എന്ന് പറയുന്നത് അപ്പം അതിന് മൾട്ടിപ്ലൈ ചെയ്താലോ A1 എന്ന് പറയുന്നതോ അതും എന്തിൻ്റെ എലമെൻറ്റ് തന്നെയായിരിക്കും? ഗ്രൂപ്പിൻ്റെ എലമെൻറ്റ് തന്നെ ആയിരിക്കുമല്ലോ. എ ഗ്രൂപ്പിൻ്റെ എലമെൻ്റ് ആണ്, A1 ഗ്രൂപ്പിൻ്റെ എലമെൻ്റ് ആണ്. സോ A1 ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് വാട്ട്? ഗ്രൂപ്പ്. ഇത്രയും കിട്ടിയല്ലോ. A1 എന്ന് പറയുന്നതും ഗ്രൂപ്പിൻ്റെ എലമെൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? AH അല്ലേ നമ്മളിപ്പം കണ്ടുപിടിക്കുന്നത്. AH ഈസ് എ സബ്സെറ്റ് ഓഫ് ഗ്രൂപ്പ് അല്ലേ. AH A1 എന്ന് പറയുന്നതും A2 എന്ന് പറയുന്നതും A3 എന്ന് പറയുന്നതും A4 എന്ന് പറയുന്നതും ഗ്രൂപ്പിലെ എലമെൻസ് ആണ്. സോ അന്നേരം ഈ AH എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു സബ്സെറ്റാണ്? ഈ ഗ്രൂപ്പ് ജീൻ്റെ ഒരു സബ്സെറ്റാണ് AH എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസെറ്റ് എന്ന് പറയുന്നത്. എന്താണ്? കോസെറ്റ്. അതായത് എയിൻ്റെ ഒരു എലമെൻറ്റിനെ നമ്മൾ ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിനെ നമ്മളെടുത്ത് സബ് ഗ്രൂപ്പിലോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന സെറ്റ് ആ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് കോസെറ്റ്. ഇവിടെ നമ്മൾ എവിടെയാണ് ആ വാല്യൂവിനെ ഇൻറ്റു ചെയ്തേക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ. സോ ദിസ് ഈസ് നോൺ ആസ് ലെഫ്റ്റ് കോസെറ്റ്. അതിനെ എന്തെന്നാ പറയുന്നത്? ലെഫ്റ്റ് കോസെറ്റ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പം അതേ കാര്യം തന്നെ ഞാൻ എച്ച് എന്ന് ചെയ്തു. എച്ചിന് പകരം ഞാൻ എന്ത് ചെയ്തു? എച്ച് എന്ന് ചെയ്തു. സോ അന്നേരം എച്ചിൻ്റെ ഇപ്പുറത്ത് ഇൻറ്റു ചെയ്താൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? റൈറ്റ് കോസെറ്റ്. ഓക്കെ, ലെഫ്റ്റ് കോസെറ്റും ഉണ്ട്, റൈറ്റ് കോസെറ്റും ഉണ്ട്. എച്ചിൻ്റെ ഇവിടെ ഇൻറ്റു ചെയ്താൽ നമ്മൾ അതിനെ റൈറ്റ് കോസെറ്റ് എന്നും, എച്ചിൻ്റെ ഇപ്പുറത്ത് എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയാൽ എച്ച് എ ഇസ് ഈക്വൽ ടു
ഇപ്പം എച്ച് എന്ന് പറയുമ്പോൾ എന്താണ് A1 A2 A3 അല്ലേ, A1 ഇൻറ്റു A1 A2 A3 A4 സോ ഇതിനെ ഞാൻ എന്തെന്ന് പറയും, റൈറ്റ് കോസെറ്റ് എന്ന്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി, ലെഫ്റ്റ് കോസെറ്റും പറഞ്ഞു, റൈറ്റ് കോസെറ്റും പറഞ്ഞു. എങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് ഈ കോസെറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൂപ്പിലൊരു എലമെൻറ്റിനെ എടുത്ത് സബ് ഗ്രൂപ്പായിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ ആ ഒരു സെറ്റ് കിട്ടുന്ന സെറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കോസെറ്റ് എന്ന് പറയുന്നു. 2 kinds ഓഫ് കോസെറ്റ് ഉണ്ട്, ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും. ഓക്കെ, നമുക്കിനി ഡെഫിനിഷനിലോട്ട് നോക്കാം. ഓക്കെ, ലെറ്റ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി. എച്ച് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ജി സബ് ഗ്രൂപ്പാണ്. ആൻഡ് എ എലമെൻറ്റ് ഓഫ് ജി ദെൻ ദ സെറ്റ് എ എച്ച്. ഞാൻ ആ എനെ ആ സബ് ഗ്രൂപ്പിലോട്ട് ഇൻഡ്യൂ ചെയ്തു. ഈസ് ഈക്വൽ ടു എന്താ ഞാൻ ചെയ്തേക്കുന്നത്, എച്ചിലെ എലമെൻസിനെ കോമൺ ആയിട്ട് ഇവിടെ സ്മോൾ എച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. A1 A2 A3 A4 സ്മോൾ എച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഓരോ എലമെൻസുമായിട്ടും എനെ ഇൻഡ്യൂ ചെയ്യുക. ഇറ്റ് ഈസ് കോൾഡ് എ ലെഫ്റ്റ് കോസെറ്റ്. ഇവിടെ വരുന്നതിനെ ലെഫ്റ്റ് കോസെറ്റ് എന്നും, എച്ച് എന്ന് ചെയ്താൽ എന്ത് വരും, എച്ച് ഇൻറ്റു ആ സബ് ഗ്രൂപ്പിലെ ഓരോ എലമെൻസിനെ എ വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ എച്ച് എന്ന് പറയും. അന്നേരം അതിനെ ഞാൻ എന്തെന്ന് പറയുന്നു, റൈറ്റ് കോസെറ്റ് എന്നും പറയുന്നു. ബൈ ദിസ് ഡെഫിനിഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കറസ്പോണ്ടിങ് ടു എവറി എലമെൻറ്റ് ഓഫ് ജി വി ഹാവ് എ ലെഫ്റ്റ് കോസെറ്റ് ആൻഡ് എ റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി. സോ എനിക്കിതിനകത്തുനിന്ന് എന്ത് മനസ്സിലായി, എനിക്ക് ഒരു ജിയിലെ ഏത് എലമെൻ്റ് എടുത്താലും, ജീൻ്റെ ഏത് എലമെൻ്റ് എനിക്ക് എടുത്താലും അതിൻ്റെ ഒരു ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും എനിക്ക് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ ഇതിൻ്റെ സബ്സെറ്റ് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സബ്സെറ്റ് വരുന്നതെന്ന്. നമ്മൾ എ എന്ന് പറയുന്നത് ജീൻ്റെ എലമെൻ്റാണ്, എച്ചിലിരിക്കുന്ന എലമെൻസും എന്തിൻ്റെ എലമെൻസ് തന്നെയാണ്, ജീൻ്റെ എലമെൻസ് ആണ്. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും അത് എന്തിൻ്റെ എലമെൻ്റാണ്, ജീൻ്റെ എലമെൻ്റാണ്. സോ വി can say that AH കിട്ടുന്ന ആ ഒരു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി എന്ന് പറയാൻ പറ്റും. സോ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് AH ഈസ് ഈക്വൽ ടു HA എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി നോക്കുമ്പം എ എച്ചും ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും ഓൾമോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ ചില കേസ് വരും അത് എപ്പോഴും എ എച്ചും എച്ച് എയും സെയിം ആകാത്ത ചില കേസ്. അതായത് നമ്മളുടെ ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നെങ്കിലല്ലേ എ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ വി കാൺ സേ ദാറ്റ് എ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എ. ലെഫ്റ്റും റൈറ്റും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഗ്രൂപ്പ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് എന്ത് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്, അബീലിയൻ ഗ്രൂപ്പ്. എന്ത് ഗ്രൂപ്പായിരുന്നു, അബീലിയൻ ഗ്രൂപ്പ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നു, അബീലിയൻ ഗ്രൂപ്പ്. അപ്പം നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു അബീലിയൻ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ലെഫ്റ്റ് കോസെറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് കോസെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു പ്രോപ്പർട്ടി. എന്താണ്, വെൻ ദ ഗ്രൂപ്പ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ് വി ക്യാൻ സേ ദാറ്റ് ലെഫ്റ്റ് കോസെറ്റ് ആൻഡ് റൈറ്റ് കോസെറ്റ് ആർ സെയിം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഐഡൻറ്റിറ്റിയുടെ, ഇപ്പം ഞാൻ എക്ക് പകരം എയുടെ സ്ഥാനത്ത് ഞാൻ ജിയിൽ നിന്ന് എടുത്ത എലമെൻറ്റ് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരുന്നെന്ന് വിചാരിച്ചു. ഈ ആണ് ഞാൻ എടുത്ത എലമെൻറ്റ് എക്ക്, അതായത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എടുത്തത്. എന്നിട്ട് ഞാൻ എച്ചുമായിട്ട് ഇൻഡ്യൂ ചെയ്യുന്നു. സോ ഈ എച്ച്, അതായത് ഞാൻ ഐഡൻറ്റിറ്റി എലമെൻറ്റുമായിട്ട് എന്തിനെങ്കിലും ഇൻഡ്യൂ ചെയ്താൽ എന്തിനോട് തന്നെ ഈക്വലാ, ആ എലമെൻറ്റിനോട് തന്നെ ഈക്വലല്ലേ. ഈ എച്ച് ഈസ് ഈക്വൽ ടു ഈ, അത് എച്ച് എടുത്താലും അത് തന്നെ കിട്ടും. സോ അന്നേരം ഇതിൻ്റെ അർത്ഥം എന്താണ്, ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് കറസ്പോണ്ടിങ് ടു ദ ഐഡൻറ്റിറ്റി കോയിൻസൈഡ് വിത്ത് എച്ച്, ഹെൻസ് എച്ച് ഇറ്റ് സെൽഫ് ഈസ് എ ലെഫ്റ്റ് ആസ് വെൽ ആസ് എ റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ജി. ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം എച്ചിൻ്റെ കൂടെ ഞാൻ എടുക്കുന്ന എലമെൻറ്റ്, ജിയിൽ നിന്ന് എടുക്കുന്ന എലമെൻറ്റ് ഇ ആണെങ്കിൽ എനിക്ക് എച്ച് തന്നെ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ, എച്ച് തന്നെ ആ ജീൻ്റെ ഒരു ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റുമാണ്. മനസ്സിലായോ? ആ ഒരു സബ് ഗ്രൂപ്പ് തന്നെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോസെറ്റാന്ന് പറയാം. ഏത് കേസിൽ നമ്മൾ എടുക്കുന്ന എലമെൻറ്റ് ഐഡൻറ്റിറ്റി ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലെഫ്റ്റും റൈറ്റും എന്ത് തന്നെയായിരിക്കും, എച്ച് തന്നെയായിരിക്കും. സോ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റും റൈറ്റും കോസെറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉറപ്പായിട്ട് വരാൻ പോകുന്ന ഒരാൾ ആരാണ്, എച്ച് ആണ്. കാരണം അതിനകത്ത് ആര് വരും, ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കാണും. ആ ഐഡൻറ്റിറ്റി എലമെൻറ്റുമായിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എച്ച് തന്നെയാണ്. സോ ഇതാണ് കോസെറ്റിൻ്റെ ഒരു എന്താണ് ബേസിക്സ് എന്ന് പറയുന്നത്. നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം.
സോ അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്, നമുക്ക് നോക്കാം. നമുക്കിവിടെ ഗ്രൂപ്പ് തന്നത് ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ഐ മൈനസ് ഐ ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു 1 ആൻഡ് മൈനസ് 1. സോ അന്നേരം നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 മൈനസ് 1 ഐ മൈനസ് 1ഉം അതിൻ്റെ സബ് ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത് 1 ആൻഡ് മൈനസ് 1ഉം. സോ നമുക്ക് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും കണ്ടുപിടിക്കണം. സോ ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജി എ എച്ച് ആണ് ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അന്നേരം ലെഫ്റ്റ് കോസെറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പിൻ്റെ ഓരോ എലമെൻറ്റ്സിനെ എടുത്തിട്ട് ഞാൻ ഈ സബ് ഗ്രൂപ്പുമായിട്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. സോ എന്നാൽ ഫസ്റ്റ് എലമെൻറ്റിനെ എടുക്കുക, 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ എന്തുമായിട്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്? സബ് ഗ്രൂപ്പുമായിട്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. സോ 1 ഇൻറ്റു എച്ച്, അതായത് ഓരോ എലമെൻറ്റിനെ എനിക്ക് ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ഇൻറ്റു എച്ചിൻ്റെ ഓരോ എലമെൻറ്റ്സുമായിട്ട് ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു 1, ഓക്കെ, വിച്ച് ഇസ് 1. 1 ഇൻറ്റു മൈനസ് 1, വിച്ച് ഇസ് മൈനസ് 1. സോ 1 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 1 മൈനസ് 1. സോ അത് എന്ത് തന്നെയാണ്? ആ സബ് ഗ്രൂപ്പ് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ്? 1 ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. 1 എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻറ്റു ചെയ്ത് എനിക്ക് എന്ത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു? ആ സബ് ഗ്രൂപ്പ് തന്നെ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. പ്രോപ്പർട്ടി പറഞ്ഞില്ലേ? സോ അന്നേരം എനിക്ക് 1 ഇൻറ്റു എച്ച് ചെയ്തപ്പം അത് തന്നെ കിട്ടി. അതിൻ്റെ തന്നെ റൈറ്റ് കോസെറ്റ് നോക്കിയേ, എച്ച് ഇൻറ്റു 1. അതായത് 1 ഇൻറ്റു എച്ചിന് വരെ എച്ച് ഇൻറ്റു 1. അത് ചെയ്താൽ എനിക്ക് എന്ത് തന്നെ കിട്ടത്തുള്ളൂ? 1 മൈനസ് 1. സോ അത് വിച്ച് ഈസ് ഈക്വൽ ടു എച്ച്. നെക്സ്റ്റ് മൈനസ് 1 ഇൻറ്റു എച്ച്, അടുത്ത എലമെൻറ്റ്. നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ എലമെൻറ്റ് എന്താണ്? മൈനസ് 1. അന്നേരം ആ മൈനസ് 1നെ ഞാൻ അതിന് എച്ചുമായിട്ട് ഇൻറ്റു ചെയ്യുന്നു. മൈനസ് 1നെ ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു മൈനസ് 1 എത്രയാണ്? മൈനസ് 1. മൈനസ് 1 ഇൻറ്റു മൈനസ് 1 എത്രയാണ്? 1. ഓക്കെ, അപ്പം മൈനസ് 1 1. അതും എന്ത് തന്നെയാണ്? എച്ച് തന്നെ കിട്ടി. എച്ച് ഇൻറ്റു മൈനസ് 1 റൈറ്റ് കോസെറ്റ് എടുക്കുമ്പോഴും സെയിം തന്നെയാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എടുത്തു ഐ ഇൻറ്റു എച്ച്. എന്താണ്? ഐ ഇൻറ്റു എച്ച്. നെക്സ്റ്റ് എലമെൻറ്റ് ഐ ആണ്, അതിനെ എടുത്തു. ഐ ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു ഐ ഈസ് ഐ, മൈനസ് 1 ഇൻറ്റു ഐ ഈസ് മൈനസ് ഐ. സോ എച്ച് ഇൻറ്റു ഐ ചെയ്താലും അതേപോലെ തന്നെ കിട്ടുന്നു. സെയിം റൈറ്റ് കോസെറ്റ് അത് തന്നെ കിട്ടുന്നു. കാരണം എന്താണ്? ഈ ദിസ് ഗ്രൂപ്പ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. ഇത് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ സെയിം ആയിട്ട് തന്നെ കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ഞാൻ അടുത്ത എലമെൻറ്റിനെ എടുത്തു, മൈനസ് ഐനെ. ആ മൈനസ് ഐനെ ഞാൻ എന്തുമായിട്ട് ഇൻറ്റു ചെയ്തു? എച്ചുമായിട്ട് ഇൻറ്റു ചെയ്തു. മൈനസ് ഐയും ഐയും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? മൈനസ് ഐനെ എച്ചുമായിട്ട് ഇൻറ്റു ചെയ്യുമ്പം എനിക്ക് എന്തൊക്കെ കിട്ടും? മൈനസ് ഐ ഇൻറ്റു 1 ഈസ് മൈനസ് ഐ, മൈനസ് ഐ ഇൻറ്റു മൈനസ് 1 ഈസ് ഐ. സോ മൈനസ് ഐ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എച്ച് ഇൻറ്റു മൈനസ് ഐ ചെയ്യുമ്പോഴും അത് തന്നെ കിട്ടുന്നു. സോ എന്നാൽ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എനിക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്, അതായത് വ്യത്യസ്തമായിട്ട് കിട്ടിയേക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അതായത് ഇത് രണ്ടും സെയിം ആണ്. അതായത് 1 ഇൻറ്റു എച്ചും മൈനസ് 1 ഇൻറ്റു എച്ചും സെയിം ആണ്. അതേപോലെ ഐ ഇൻറ്റു എച്ചും മൈനസ് ഐ ഇൻറ്റു എച്ചും സെയിം അല്ലേ? അത് രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം അല്ലേ? സോ എനിക്ക് ആകെ 2 സെറ്റേ ഉള്ളൂ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി. ഒന്ന് എച്ച് എന്ന് പറയുന്ന സെറ്റ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നൊന്ന്, അതായത് എച്ച് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു എച്ച്, അതിനെയാണ് എച്ച് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഈ 1 ഇൻറ്റു എച്ച് അല്ലെങ്കിൽ മൈനസ് 1 ഇൻറ്റു എച്ച്, അതാണ് ഒരു സെറ്റ്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. പിന്നെ അതേപോലെ ഐ ഇൻറ്റു എച്ച് അല്ലെങ്കിൽ മൈനസ് ഐ ഇൻറ്റു എച്ച്, അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ പോരെ? ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ പോരെ? ഇത് രണ്ടും കൂടെ ചേർന്നാൽ 1 ഇൻറ്റു എച്ചും ഐ ഇൻറ്റു എച്ചും കൂടെ എടുത്ത് നോക്കിയേ. അല്ലെങ്കിൽ തിരിച്ച് മൈനസ് 1ഉം മൈനസ് ഐയും കൂടെ എടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി, രണ്ടും സെയിം ആയതുകൊണ്ട്. 1 ഇൻറ്റു എച്ചും മൈനസ് ഐ ഇൻറ്റു എച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കി? അത് രണ്ടും കൂടെ ഒന്ന് യൂണിയൻ എടുത്ത് നോക്കിയേ. 1 ഇൻറ്റു എച്ച് ഈസ് 1 ആൻഡ് മൈനസ് 1, ഐ ഇൻറ്റു എച്ച് ഈസ് ഐ ആൻഡ് മൈനസ് ഐ. കണ്ടോ? എന്ത് തന്നെ കിട്ടി? എനിക്കെൻ്റെ ഗ്രൂപ്പ് തന്നെ കിട്ടി. എന്താ കിട്ടിയത്? ആ ഗ്രൂപ്പ് തന്നെ കിട്ടി. ഇതിനകത്തെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റ്സിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ എനിക്ക് എന്ത് തന്നെ കിട്ടി? എനിക്ക് കയ്യിലുള്ള ഗ്രൂപ്പ് തന്നെ കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് എ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. ഇതിനകത്ത് ഓരോ എലമെൻ്റ് എന്ന് പറയുന്നതും എന്താണ്? ഓരോ എലമെൻറ്റും ഇതെന്ന് പറയുന്നത് 1 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ഒരു സബ്സെറ്റാണ്, ഐ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ഒരു സബ്സെറ്റാണ്. അതുകൊണ്ടാണ് ആ 2 സബ്സെറ്റുകളിലൂടെ ചേർന്നപ്പം നമുക്ക് എന്ത് കിട്ടിയത്? ആ ടോട്ടലായിട്ടുള്ള ഗ്രൂപ്പ് കിട്ടിയത്. അപ്പം ടോട്ടൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ജി ഈസ് ഈക്വൽ ടു എച്ച് യൂണിയൻ എച്ച് ക്രോസ് ഐ, അല്ലെങ്കിൽ എന്തെങ്കിലും 1 ഇൻറ്റു എച്ച് തിരിച്ചാണെങ്കിലും എഴുതാം. ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോസെറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് പ്ലസും ഇസഡ് ആണ്. ഗ്രൂപ്പിന് അതിൻ്റെ ഓപ്പറേഷൻ ഈസ് പ്ലസ് ആൻഡ് എച്ച് ഈസ് 2z, വിച്ച് ഈസ്, അതായത് 2ൻ്റെ ഇപ്പോൾ എങ്ങനെ കൊടുത്തേക്കുന്നത്? 0
പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4. ഇതാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ്? 0 വരും, +1 വരാം, -1, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് രണ്ടും വരാം, പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3. സോ എന്നിട്ട് അങ്ങനെ പോകുന്നതാണ് ഇസഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഗ്രൂപ്പ്. 0 +or -1 +or -2 +or -3 അതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി എച്ച് എന്ന് പറയുന്നത് എന്താണ്? 2z, വിച്ച് ഈസ് 0 +or -2 +or -4 അങ്ങനെ പോകും. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? റൈറ്റ് കോസെറ്റും ലെഫ്റ്റ് കോസെറ്റും കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റൈറ്റ് കോസെറ്റ് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നേരത്തെ ഓപ്പറേഷൻ എന്തായിരുന്നു? AH എന്നായിരുന്നു, ഇൻറ്റു ഓപ്പറേഷനാണ്. ഇവിടെ നമ്മൾ പറയുന്ന ഓപ്പറേഷൻ എന്താണ്? പ്ലസ് ഓപ്പറേഷനാണ്. സോ പ്ലസ് ഓപ്പറേഷൻ, അതായത് നമ്മൾ ഏത് ഓപ്പറേഷൻ പറയുന്നു, നമ്മൾ ഡീഫോൾട്ടായിട്ടാണ് ഇൻറ്റു എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അവിടെ എടുത്തത്. ഇനി നമ്മൾ അഡീഷണൽ ഓപ്പറേഷനാണ് പറയുന്നതെങ്കിൽ ആ ഓപ്പറേഷൻ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ പ്ലസ് ഓപ്പറേഷൻ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യണം? H+0 എടുക്കണം. അതായത് H × 0 അല്ല, H+0. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ജീൻ്റെ ആദ്യത്തെ എലമെൻറ്റ് 0 എടുത്തു. 0നെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. 0നെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ 0 + 0 = 0. ഓക്കെ, പ്ലസ് ഓർ -2, 2 + 0 -2 + 0 2 തന്നെയാണ്. പ്ലസ് ഓർ -4, 4 + 0 -4 + 0 0 തന്നെ, 4 തന്നെയാണ്. സോ എനിക്ക് എന്ത് തന്നെ കിട്ടി? 0 + or -2 + 4 അപ് ടു എനിക്ക് എത്ര വരെ ഉണ്ടോ അതുവരെ കിട്ടി. സോ അതെന്തിനോട് ഈക്വലൻ്റ് ആണ്? എച്ചിനോട് ഈക്വലൻ്റ് അല്ലേ? അതായത് ഇതിനോട് തന്നെ ഈക്വലൻ്റ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? H+0 ഈസ് ഈക്വലൻ ടു H എന്ന് നമുക്ക് പറയാൻ പറ്റും. H+0 ഈസ് ഈക്വലൻ ടു H എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്തെടുത്തു? H+1 എടുത്തു. H+1 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അതിപ്പം 0ൻ്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്തു. ഓക്കെ, 0 + 1 വിച്ച് ഈസ് 1. ഇനിയിപ്പം പ്ലസ് ഓർ -2 1 ആഡ് ചെയ്യാൻ പോവാം. +2ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 3 കിട്ടും. -2 + 1 ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? -1 കിട്ടും. ഇനിയിപ്പം നെക്സ്റ്റ് +4ൻ്റെ കൂടെ പ്ലസ് ഓർ -4ൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാം. അന്നേരം 4 + 1 എത്ര കിട്ടും? 5 കിട്ടും. -4 + 1 എനിക്ക് എത്ര കിട്ടും? വിച്ച് ഈസ് -3 അല്ലേ? നെക്സ്റ്റ് 6 അല്ലേ അടുത്ത് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം 6 + 1 ഈസ് വാട്ട്? 7. ഇനി -6 + 1 ഈസ് വാട്ട്? 5. സോ ഇതിനകത്ത് നോക്കിയേ, എനിക്ക് 1 കിട്ടിയിട്ടുണ്ട്, -1 കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താണ്? 1 and -1 വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പം പ്ലസ് ഓർ -1 ആണ്. ഓക്കെ, നെക്സ്റ്റ് 3 വന്നിട്ടുണ്ട്, -3 വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത റിസൾട്ട് ഇസ് പ്ലസ് ഓർ -3 ആയിരിക്കും. ഇനി 5 വന്നിട്ടുണ്ട്, -5 വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത റിസൾട്ട് ഇസ് പ്ലസ് ഓർ -5. നെക്സ്റ്റ് 7 വന്നിട്ടുണ്ട്. ഇനി അടുത്ത എടുക്കുമ്പോൾ എനിക്ക് എന്തും വരും? -7 വരും. സോ പ്ലസ് ഓർ -7. അപ്പം പ്ലസ് ഓർ -1 പ്ലസ് ഓർ -3 പ്ലസ് ഓർ -5 പ്ലസ് ഓർ -7 ഇങ്ങനെ പോകും. അപ്പം എനിക്ക് H+1 കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാണ്? പ്ലസ് ഓർ -1 പ്ലസ് ഓർ -3 പ്ലസ് ഓർ -5. സോ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇതിനാണ് H+1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് H+2 എടുത്തു നോക്കാം. അടുത്ത എലമെൻറ്റിനെ എടുത്തു. മൈനസ് കേസുകൾ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ചെയ്യണമെന്നില്ല. കുറച്ച് കേസ് ഇസഡിൻ്റെ എല്ലാ എലമെൻറ്റ്സിനെ എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം അടുത്ത എലമെൻറ്റ് 2 അല്ലേ ഇസഡിനകത്ത് വരുന്നത്. അപ്പോൾ എടുത്തു. അപ്പം 0 + 2. ഓക്കെ, ഒന്നാമത്തെ ആൾ 0 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, +2 + 2 വിച്ച് ഈസ് 4. -2 + 2 വിച്ച് ഈസ് 0. ഇനി +4 + 2 വിച്ച് ഈസ് 6. -4 + 2 വിച്ച് ഈസ് -2. നെക്സ്റ്റ് 6 + 2 വിച്ച് ഈസ് 8. നെക്സ്റ്റ് -6 + 2 വിച്ച് ഈസ് -4. നോക്കിയേ, ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? 0 വന്നിട്ടുണ്ട്. ഇനി 2 -2 വന്നിട്ടുണ്ട്, പ്ലസ് ഓർ -2. 4 -4 വന്നിട്ടുണ്ട്, പ്ലസ് ഓർ -4. ഇനി 6 വന്നിട്ടുണ്ട്. ഇതേപോലെ നെക്സ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് -6 വരും. ഓക്കെ, അപ്പം അതായത് -8 + 2 ചെയ്യുമ്പോൾ -6 വരത്തില്ലേ? അപ്പോൾ എനിക്ക് എങ്ങനെ പോകും? പ്ലസ് ഓർ -6 ഇങ്ങനെ പോകും. അടുത്ത പ്ലസ് ഓർ -8 അങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്താണ്? 0 + ഓർ -2 പ്ലസ് ഓർ -4 പ്ലസ് ഓർ -6 അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് H+2 എന്ത് തന്നെയാണ് കിട്ടിയത്? 0 + ഓർ -2 പ്ലസ് ഓർ -4 അത് തന്നെയാണ് കിട്ടിയത്. H+2 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തായിട്ട് തന്നെ കിട്ടി? H ആയിട്ട് തന്നെ കിട്ടി. അതായത് H+2ൻ്റെ റിസൾട്ട് എനിക്ക് H തന്നെയാണ് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് H+3 എടുത്ത് നോക്കാം. H+3 എടുക്കുമ്പം എന്ത് കിട്ടും? 0 + 3 which is 3. Okay, next
2 plus 3, which is 5. Okay. Minus 2 plus 3, which is 1. Next 4 എടുക്കാം. 4 plus 3, which is 7. Minus 4 plus 3, which is minus 1. Next 6 അല്ലേ. 6 plus 3, which is 9. Minus 6 plus 3, which is minus 3. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്? പ്ലസ് ഓർ മൈനസ് 1 വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലസും മൈനസ് 1ഉം. മൈനസ് 3യും പ്ലസ് 3യും വന്നിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് 3 വന്നിട്ടുണ്ട്. ഇതേപോലെ മുന്നോട്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്ലസ് ഓർ മൈനസ് 5ഉം പ്ലസ് ഓർ മൈനസ് 7ഉം എല്ലാം കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് വന്നേക്കുന്നത്? പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 3, പ്ലസ് ഓർ മൈനസ് 5, പ്ലസ് ഓർ മൈനസ് 7, പ്ലസ് ഓർ മൈനസ് 9, ഇങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പം എച്ച് പ്ലസ് 3 ഈസ് ഈക്വലൻ്റ് ടു എനിക്ക് എന്തായിട്ട് കിട്ടി? എച്ച് പ്ലസ് 3 എന്തിനോട് ഈക്വലൻ്റ് ആയിട്ടാണ് കിട്ടിയത്? എച്ച് പ്ലസ് 1നോട് ഈക്വലൻ്റ് ആയിട്ടാണ് കിട്ടിയത്. ഇതല്ലേ, എച്ച് പ്ലസ് 3 എടുത്താൽ എനിക്ക് എച്ച് പ്ലസ് 1 കിട്ടും. ഇതേപോലെ എച്ച് പ്ലസ് 4 ചെയ്ത് നോക്കാം. എച്ച് പ്ലസ് 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 പ്ലസ് 4 is 4, 2 plus 4 is 6, minus 2 plus 4 is what? 2. Next 4. 4 plus 4 is 8, minus 4 plus 4 is 0. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരുന്നത്? 0. ഇപ്പം മുന്നോട്ട് ചെയ്യുമ്പം പ്ലസ് മൈനസ് എല്ലാം വരും. 0, 2, 8, 4, 6 ഈ ഒരു ഫോമാറ്റിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എന്താണ്? എച്ച് പ്ലസ് 4 ചെയ്യുമ്പം എനിക്ക് എന്തിനോട് ഈക്വലൻ്റ് ആയിട്ട് വരും? എച്ചിനോട് ഈക്വലൻ്റ് ആയിട്ട് വരും. എച്ച് പ്ലസ് 5 ചെയ്യുമ്പം സിമിലർലി എന്തിനോട് ഈക്വലൻ്റ് ആയിട്ട് വരും? എച്ച് പ്ലസ് 1നോട് ഈക്വലൻ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് എച്ച് പ്ലസ് 6 ചെയ്യുമ്പോൾ എനിക്ക് എന്തിനോട് ഈക്വലൻ്റ് ആയിട്ട് വരും? എച്ചുമായിട്ട് ഈക്വലൻ്റ് ആയിട്ട് വരും. സോ എനിക്ക് അന്നേരം ഓൾട്ടർനേറ്റീവ്ലി സെയിം വാല്യൂസ് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഏത് രണ്ട് വാല്യൂസാണ് റിപ്പീറ്റഡ്ലി കിട്ടുന്നത്? എച്ചും എച്ച് പ്ലസ് 1ഉം. അപ്പോൾ അവിടെ നോക്കിയേ, എച്ചിനെ എച്ച് പ്ലസ് 1നെ ഞാനൊന്ന് ഗ്രൂപ്പിനകത്ത് ഒരുമിച്ച് എഴുതി എനിക്ക് ആ ഗ്രൂപ്പ് തന്നെ കിട്ടുമോ നോക്കാം. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് എന്താണ്? 0 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 എന്ന് പോകും. ഓക്കെ, അതുപോലെ എച്ച് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താ? പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 5 അങ്ങനെ പോകും. ഇവിടെ നോക്കിയേ, ആദ്യം 0 എടുക്കാം, പിന്നെ പ്ലസ് ഓർ മൈനസ് 1 ഉണ്ട്, ഞാൻ എഴുതാം. ആദ്യം എച്ചിൽ നിന്നുള്ള 0 എടുത്തു, എച്ച് പ്ലസ് 1ൽ നിന്നുള്ള പ്ലസ് ഓർ മൈനസ് 1 എഴുതാം. എച്ചിനകത്തു നിന്നുള്ള പ്ലസ് ഓർ മൈനസ് 2 എഴുതാം. എച്ച് പ്ലസ് 1ൽ നിന്ന് പ്ലസ് ഓർ മൈനസ് 3 കിട്ടും. എച്ചിനകത്തു നിന്ന് പ്ലസ് ഓർ മൈനസ് 4 കിട്ടും. എച്ച് പ്ലസ് 1ൽ നിന്ന് പ്ലസ് ഓർ മൈനസ് 5 കിട്ടും. നോക്കിയേ, ഇസഡ് വാല്യൂ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പം എച്ചും എച്ച് പ്ലസ് 1ഉം എടുക്കുമ്പോൾ എനിക്ക് എന്ത് തന്നെ കിട്ടുന്നുണ്ട്? ആ ഗ്രൂപ്പ് തന്നെ കിട്ടുന്നുണ്ട്. സോ ഗ്രൂപ്പിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? എച്ചും എച്ച് പ്ലസ് 1ഉം. സോ നിങ്ങൾ ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ 3z വെച്ചിട്ട് ചെയ്ത് നോക്കുക. 3z എന്ന് പറയുമ്പം ഓക്കെ എങ്ങനെ വരും? 0 പ്ലസ് ഓർ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 6 ഇങ്ങനെ പോകും കേട്ടോ. 3ൻ്റെ മൾട്ടിപ്പിൾസ് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. 3z. ഓക്കെ, ഇത്രയാണ് കോസെറ്റ്സ് എന്ന്. 3z നിങ്ങൾ ചെയ്ത് നോക്കുക. 3z എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 3z നിങ്ങൾ ഇതുപോലെ എലമെൻറ്റ്സ് ഇട്ട് നോക്കുക. അപ്പോൾ നമുക്ക് 3 കോസെറ്റിനെ കിട്ടും. അതായത് 3 എണ്ണം ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടും. എച്ചും എച്ച് പ്ലസ് 1ഉം എച്ച് പ്ലസ് 2ഉം. ഏതൊക്കെയാണ്? എച്ച് പ്ലസ് 1 എച്ച് പ്ലസ് 2 ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇതിനകത്തുനിന്നൊരു കാര്യം മനസ്സിലായി. 2z എടുത്തപ്പം എത്ര കോസെറ്റിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടി? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടി? 2 എണ്ണം. 3zനെ എടുത്തപ്പം 3. സോ അന്നേരം NZ വന്നു കഴിഞ്ഞാൽ എത്ര കോസെറ്റ്സ് കാണും? N കോസെറ്റ്സ് കാണും. 3z എടുക്കുമ്പം 3 കോസെറ്റ്സ്, 2z എടുക്കുമ്പം 2 കോസെറ്റ്സ്, 5z എടുത്താൽ 5 കോസെറ്റ്സ്. സോ ഇതാണ് ഇത്. നിങ്ങൾ 3zൻ്റെ ചെയ്തു നോക്കാം. ഇതാണ് കോസെറ്റ്സ് എന്ന് പറയുന്നത്.